ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ജലജയാണെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനകയാണെങ്കിൽ ജലജയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്നും പറയുകയാണ്. മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൽ മറ്റേതെങ്കിലും ചേരുവകളെല്ലാം ചേർക്കും, അതിലെനിക്ക് നല്ല പേടിയുണ്ടെന്ന് കനക പറയുകയാണ്. ജലജ പറയുകയാണ്, നിന്നെപ്പോലെ അല്ലല്ലോ എല്ലാവരും എന്ന്. അപ്പോൾ കനക പറയുകയാണ്, എന്നെപ്പോലെ അല്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്. അവിടെ നടന്നതൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. നീയും അനാമികയുടെ അമ്മയും അമ്മായിയമ്മയൊക്കെ ചേർന്ന് ഭക്ഷണമുണ്ടാക്കി ആർക്കും വിശ്വസിച്ച് ആ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജലജ പറയുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പോയി പറയും എന്നിങ്ങനെ പറയണം. അപ്പോൾ കനക പറയുകയാണ്, നീ ആരടുത്ത് പറഞ്ഞാലും എനിക്കൊരു പേടിയുമില്ല എന്ന്. ശേഷം ഉണ്ണിയപ്പമൊക്കെ കരിയുന്നുണ്ടെന്ന് കനക പറയുകയാണ്. അതൊക്കെ ശ്രദ്ധിച്ച് നേരെ വണ്ണം ഉണ്ടാക്കി എടുക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ജലജയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. കനക ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഈ എണ്ണയിലിട്ട് ഇവളുകളൊക്കെ വറുത്ത് കോരുകയാണ് വേണ്ടതെന്ന്. അപ്പോൾ കനക ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക ചോദിക്കുകയാണ്, നീ എന്താ പറഞ്ഞതെന്ന്. ഈ ഉണ്ണിയപ്പം വറുത്ത് കോരിയാതെ ഇനി മറ്റുള്ളവരെയൊന്നും വറുത്ത് കോരണ്ടെന്ന് കനക പറയുകയാണ്. എന്നിട്ട് കനക പറയുന്നുണ്ടായിരുന്നു, മകനിക്കാണെങ്കിൽ ഇപ്പോൾ സ്വഭാവത്തിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ തീരെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്നൊന്നും. ഈ എൻ്റെ മകളും കൂടി ചേർന്ന് എന്തൊക്കെയോ ഉള്ളിൽ കൊടുത്ത് എൻ്റെ മകനെ മയക്കി വെച്ചിരിക്കുകയല്ലേ എന്നിങ്ങനെ ജലജ പറയുമ്പോൾ കനക പറയും, ഞാൻ മയക്കി വെച്ചിരിക്കുന്നതിൽ എനിക്കൊരു തെറ്റും കാണുന്നില്ല എന്ന്. എൻ്റെ മകളുടെ ഭർത്താവിനെയല്ലേ ഞാൻ മയക്കിയത്, മറ്റൊരു പയ്യന്മാരെ ഞാൻ മയക്കിയില്ലല്ലോ എന്ന് കനകയും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജയാണെങ്കിൽ ഉണ്ണിയപ്പമൊക്കെ ആയിട്ട് നവ്യയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് നവ്യയുടെ അടുത്ത് ഉണ്ണിയപ്പം ഏതാന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം നവ്യ പറയുകയാണ്, ആ പറഞ്ഞ സമയത്ത് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ണിയപ്പം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, നീ എന്താ ആളെ കളിയാക്കാതിരിക്കുകയാണോ എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, എനിക്ക് ആ പറഞ്ഞ സമയത്ത് ഉണ്ണിയപ്പം കഴിക്കണമെന്നുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് ഒട്ടും തീരെ ആഗ്രഹമില്ല എന്ന്. ജലജ ചോദിക്കുകയാണെങ്കിൽ പിന്നെ നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ദേഷ്യത്തോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുകയാണ്, എൻ്റെ കാലൊക്കെ ഒന്ന് തിരുമിത്ത, കാലൊക്കെ നല്ല വേദനയാണെന്ന് പറയുകയാണ്. ജലജ ചോദിക്കുകയാണ്, നിൻ്റെ കാല് പിടിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ച് വരുത്തിയെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, എനിക്ക് കാല് അടയിത്തരണോണ്ട് ഒരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ മരുമകളാണ്, അതുകൊണ്ട് എനിക്ക് കാല് തിരുമ്മി തന്നാൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. ഇനി എനിക്ക് കാല് തിരുമ്മി തന്നില്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും ഞാൻ മുത്തശ്ശനെ അറിയിക്കുമെന്ന് പറയുകയാണ്. നവ്യ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ജലജ പറയുകയാണ്, ആ ശരി ശരി, ഞാൻ നിൻ്റെ കാലൊക്കെ തിരുമ്മി തരാമെന്ന് പറഞ്ഞിട്ട് നവ്യയ്ക്ക് കാലൊക്കെ തിരുമ്മി കൊടുക്കുകയാണ് ദേഷ്യത്തോടെ ജലജ. പക്ഷേ നവ്യ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും എനിക്ക് വേണ്ടി ഉണ്ണിയപ്പം കൊണ്ടുവന്നതല്ലേ, ഇനി ഞാൻ വിഷമപ്പെടുത്തുന്നില്ല, അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞ് നവ്യ എടുത്ത് കഴിക്കുകയാണ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം കഴിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ നവ്യ പറയുകയാണ്. ജലജയ്ക്ക് കൊടുത്ത പണിയാണ് നവ്യ കാല് തിരുമാനൊക്കെ. ഇങ്ങനെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബി അങ്ങോട്ട് വരുന്നത്. അബിയുടെ അടുത്ത് പറയുകയാണ്, കണ്ടില്ലേ നിൻ്റെ ഭാര്യയുടെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞ് ഉണ്ണിയപ്പം ഉണ്ടാക്കിച്ച് എന്നെ കൊണ്ട്, എന്നിട്ടിപ്പോൾ കാല് തിരുമ്മി കൊടുക്കുകയാണ്, കാല് തിരുമണമെന്ന് പറഞ്ഞ്. അബി പറയുകയാണ്, അമ്മ ഇടയ്ക്കൊക്കെ വന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവിടെ കാല് തിരുമ്മി കൊടുക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയുകയാണ്. ജലജ ദേഷ്യത്തിൽ പറയുകയാണ്, അതിന് നീ വേറെ ആളെ കണ്ടുപോയി പൈസ കൊടുത്ത്, അല്ലാതെ എന്നെ കിട്ടില്ല ഈ പണിക്കൊന്നും എന്ന്. അവ പറയുകയാണ്, ഞാൻ സ്വന്തം മരുമകളാണ്, എന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ ഒരു അമ്മായിയമ്മ ലോകത്ത് കാണും, എല്ലാവരും മരുമകൾക്ക് എന്താ വേണ്ടതെന്ന് അറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അമ്മായിയമ്മ ഓരോന്ന് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഭീഷണിപ്പെടുത്തണം, അല്ലെങ്കിൽ ആരെങ്കിലും ഉന്തിത്തള്ളി വിടണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അതുപോലെയാണ് ഓരോന്നും ചെയ്തു വെക്കുന്നത്. ഈ വന്നത് നവ്യെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നത് എന്ന്. ജലജ പറയുന്നുണ്ടായിരുന്നു, ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞ് ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചു, ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ നിന്നാണ് ഇനിയിപ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്. ജലജ പറയുന്നുണ്ടായിരുന്നു, ഇവർക്ക് പുറത്ത് പോകുന്നതും പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അവളെയും കൂട്ടി ചെല്ലാൻ നോക്കെന്ന് പറയുകയാണ്. നവ്യ പറയുകയാണ്, ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ട് ഇവിടെ തന്നെ കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, നീ പുറത്ത് പോകണമെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഈ മുടിയുമൊക്കെ വൃത്തിയാക്കി ബാത്റൂമും കഴുകിയിടണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജയാണെങ്കിൽ മറുത്തൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഇത്രയും കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പോകാമോ എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാമെന്ന്. എന്നിട്ട് നവ്യ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അബിയുടെ അടുത്ത് ജലജ ചോദിക്കുകയാണ്, ഈ ഉണ്ണിയപ്പം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അബി പറയുകയാണ്, അടുക്കളയിലെങ്ങാണ്ട് കൊണ്ട് വെക്കുകയെന്ന്. എന്നിട്ട് അബി അവിടെ നിന്ന് പോവുകയാണ്. കനകയാണെങ്കിൽ ഗോവിന്ദന് ഉണ്ണിയപ്പമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഗോവിന്ദൻ കഴിച്ചിട്ട് കനകയും കഴിച്ചിട്ട് പറയണം, എൻ്റെ മോള് പറഞ്ഞത് ശരി തന്നെയാണ്, അവരുണ്ടാക്കിയ ഉണ്ണിയപ്പത്തിന് എന്താ ടേസ്റ്റ് എന്ന്. അബി നവ്യ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയാണ് പോകുന്നത് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ അബി പറയുകയാണ്, ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്, ഏത് സമയം അവൾ റൂമിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് നവ്യെ പുറത്ത് കൊണ്ടുപോകാണെന്ന് പറയുകയാണേ. എന്താ പറയുകയാണ്, മോളെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ണിയപ്പം എന്ന്. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കിയല്ലോ, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് പറയുകയാണ് നവ്യ. ജലജ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ കനക ചോദിക്കുകയാണ്, അതെങ്ങനെ പോകുന്നത് ശരിയാകും, അടുക്കളയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്, അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കി വൃത്തിയാക്കിയതിന് ശേഷം പോയാൽ മതി എന്നാണ് കനകയും പറയുന്നത്. ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരുത്തി പോയപ്പോൾ അവളുടെ റൂമും ബാത്റൂമും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ അടുക്കളയും കൂടി വൃത്തിയാക്കി ഇടണമെന്ന് ജലജ ചോദിക്കുകയാണ്.
കനക പറയുകയാണ് അത് വേണം വൃത്തിയാക്കി ഇടണം, അടുക്കള ആകെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വൃത്തികേടായിട്ട് കിടക്കണം, അതുകൊണ്ട് വൃത്തിയാക്കി ഇട്ടാൽ മതിയെന്ന് കനകയും പറയുന്നുണ്ടായിരുന്നു. ഗോവിന്ദൻ പറയുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വൃത്തിയൊന്നും ആക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ കനക പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല, മോളുടെ അമ്മായിയമ്മയ്ക്ക് അടുക്കള വൃത്തിയാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, അവർ വൃത്തിയായിക്കോളും എന്ന് പറയുകയാണ്. എന്നിട്ട് ജലജയുടെ അടുത്ത് അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ജലജ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കനകയുടെ അടുത്ത് ഗോവിന്ദൻ ചോദിക്കുകയാണ് നീ എന്തിനാ അവരുടെ അടുത്ത് ഓരോന്നും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നത് എന്ന്. ഒരു കുഴപ്പവുമില്ല, അത്രയ്ക്ക് അഹങ്കാരം പിടിച്ച മനസ്സാണ് അവരുടേത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ജലജയുടെ ബാക്കിൽ നിന്ന് കനകയും പോകുന്നുണ്ടായിരുന്നേ. ജലജയാണെങ്കിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കനകയാണെങ്കിൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുകയാണ്, നന്നാക്കി വൃത്തിയാക്കിയിടുക, അല്ലെങ്കിൽ നവ്യമോക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല വൃത്തികേടായിട്ട് കിടന്നാൽ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സിന് അത്ര നീറ്റ്നെസ് ഒന്നും ഇല്ലല്ലോ, പിന്നെയാണ് വൃത്തിയും വെടുപ്പുള്ളത് നിങ്ങളുടെ രണ്ടാമത്തെ മകൾക്കാണല്ലോ. കനക പറയുകയാണ് എൻ്റെ എല്ലാ മക്കൾക്കും വൃത്തിയും വെടുപ്പും ഉണ്ട് എന്ന്. അപ്പോൾ ജലജ പറയുകയാണ് അത് പുറത്ത് മാത്രമല്ലേ ഉള്ളൂ, അകത്തില്ലല്ലോ എന്ന്. കനക പറയുകയാണ് അത് ശരിയാണ്, നിങ്ങളുടെ പുറത്ത് മാത്രമേ ഉള്ളൂ, അകത്തില്ലല്ലോ എന്ന്. ജലജ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മകനെ സ്നേഹിച്ച് കിട്ടാൻ വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ല, നിങ്ങളുടെ മോളെ തന്നെയല്ലോ കിട്ടിയല്ലോ. കനക പറയുന്നുണ്ടായിരുന്നു നല്ലോണം വൃത്തികേടായിട്ട് കിടന്ന് വീണ്ടും ഇവിടെ വന്ന് ചെയ്യേണ്ടി വരുമെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ് ഇനി ഞാൻ വിളിച്ച വരത്തൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കനക പറയുകയാണ് നിങ്ങളെ വരുത്താനുള്ള പൊടിക്കൈ എന്തൊക്കെ മോളുടെ കയ്യിലുണ്ടെന്ന് പറയണത് ഞാൻ കേട്ടു എന്ന്. പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു അനന്തപുരിയിൽ നിന്നുള്ളവർക്കെങ്കിലും നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ കുറച്ച് മനസ്സമാധാനം കിട്ടിക്കോട്ടെ. കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആ വീട്ടിലുള്ളതല്ലല്ലോ, മുത്തശ്ശനെ എടുത്ത് വളർത്തിയതല്ലേ, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും പറയുകയാണേ. കേൾക്കുമ്പോൾ ജലജയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. പിന്നീട് അബി നവ്യയും കൂടി സംസാരിക്കുകയാണ്. അബിയുടെ മടിയിൽ നവ്യ കിടക്കുന്നുണ്ടായിരുന്നു. പറയുകയാണ് നീ സ്നേഹിക്കുന്ന സമയത്താണ് നമ്മൾ ഇതുപോലെ വന്നിട്ടുള്ളത്, നിന്റെ മടിയിൽ തലവെച്ച് ഞാൻ കിടന്നിട്ടുള്ളതൊക്കെ. എപ്പോഴും ചോദിക്കുമ്പോഴും നവ്യ അബിയുടെ അടുത്ത് ചോദിക്കുകയാണ് എപ്പോഴും ഈ സ്നേഹം കാണുമോ അതോ വെറുതെ സ്നേഹിക്കുന്നതാണ്, പിന്നീട് ഈ സ്നേഹത്തിന് മാറ്റം വല്ലതും വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. അപ്പോൾ നിന്നെ ഇന്ന് കാണാനും വരുന്നില്ല, ഞാൻ ഒന്നിനും വരുന്നില്ല എന്നിങ്ങനെ അബി പറയുകയാണ്. അപ്പോൾ നവ്യ പറയുകയാണ് എനിക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്, നീ സ്നേഹം അങ്ങ് പോകുമോ എന്ന്. അപ്പോൾ പിന്നീട് അബി പറയുന്നുണ്ടായിരുന്നു ഒരു അച്ഛനാകാൻ പോകണമെന്നുള്ള ബോധം എനിക്ക് നല്ലോണം ഉണ്ടെന്ന്. അതിന് ശേഷം അവർ രണ്ടുപേരും എഴുന്നേറ്റ് അവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. നവ്യയുടെ അടുത്ത് ചോദിക്കുകയാണ് നമുക്ക് പുറത്ത് പോയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാലോ, നിനക്ക് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഇഷ്ടമല്ലേ? സമയത്ത് എൻ്റെ ഇഷ്ടമല്ല നോക്കാനുള്ളത്, ആരോഗ്യപരമായുള്ള ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഓരോന്ന് സംസാരിച്ച് അങ്ങനെ നടക്കുകയാണ്. സമയത്ത് അനഘയാണെങ്കിലും ഓട്ടോയിൽ വരുന്നുണ്ടായിരുന്നു. വരുമ്പോഴാണ് ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ അനഘയാണെങ്കിലും ഓട്ടോ നിർത്തി ഇറങ്ങി നോക്കുന്നുണ്ടായിരുന്നു. ആണെങ്കിലും നവ്യയെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനഘയാണെങ്കിലും മനസ്സിൽ ഓർക്കുകയാണ് ഇവൻ്റെ പഴയ സ്വഭാവമൊന്നും ഇതുവരെയ്ക്കും മാറ്റിയിട്ടില്ലേ, കുട്ടിയാണെങ്കിൽ പ്രഗ്നൻ്റ് ആണല്ലോ, ഇനി എന്നെപ്പോലെ ശവിക്കപ്പെട്ട വല്ല കുട്ടിയാണോ അതോ ഇനി അവൻ്റെ ഭാര്യ തന്നെയാണോ ആ കുട്ടി. ഇങ്ങനെയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനഘയ്ക്കാണെങ്കിൽ തലയ്ക്ക് എന്തോ പ്രശ്നം പോലെ വരികയാണ്. അപ്പോൾ ഓട്ടോക്കാരൻ്റെ അടുത്ത് നേരെ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിടാൻ വേണ്ടി അനഘ പറയുകയാണ്. ആണെങ്കിൽ നവ്യയെ ചേർത്ത് പിടിക്കുന്നതെല്ലാം അനഘ കണ്ടിരുന്നു. അതിനുശേഷം അനഘയും ഡോക്ടറും കൂടി സംസാരിക്കുകയാണ്. അടുത്തോടെ അനഘ ഡോക്ടറുടെ അടുത്ത് ചോദിക്കുകയാണ് എൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു അല്ലേ എന്ന്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഒന്നും പറയാൻ പറ്റത്തില്ല. അനഘ എന്തിനാ ഇങ്ങനെ പരസഹായം ഇല്ലാതെ പുറത്തിറങ്ങി നടക്കുന്നതെന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലാവാത്തതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അനഘ പറയുകയാണ് കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും സംഘടനയായിട്ട് സംസാരിക്കാൻ, കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വേണ്ടി. അത് വേണ്ട, കുഞ്ഞിനൊരു അച്ഛനുണ്ടെന്ന് അനഘ പറയുകയാണ്. ഒന്നതിന് മുമ്പ് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം, എനിക്ക് 2 ദിവസം കൂടി നീട്ടി കിട്ടുമോ? സങ്കടത്തോടെയാണ് അനഘ സംസാരിക്കുക. എന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അധികം ആയുസില്ല, എൻ്റെ കുഞ്ഞിനെ കുറിച്ച് മാത്രമാണ് ചിന്തയുള്ളത്, എൻ്റെ ഭാവിനെ കുറിച്ച് എനിക്ക് ഒരു ചിന്തയുമില്ല. സങ്കടത്തോടെയാണ് അനഘ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നത്. ഡോക്ടറിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുകയാണ്. വീട്ടിലേക്ക് പോകാൻ വണ്ടി അറേഞ്ച് ചെയ്ത് തരാമെന്നിങ്ങനെ പറയുമ്പോൾ അനഘ പറയുകയാണ് വേണ്ട, ഡോക്ടറെ കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയെന്ന് പറയുകയാണ്. അതിനുശേഷം ഡോക്ടർ പറയാണ് ഈ സമയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരിക്കേണ്ട സമയമാണ്. അപ്പോൾ അനഘ പറയുകയാണ് അഡ്മിറ്റ് ആയാലും എൻ്റെ ആയുസ് നീട്ടിയൊന്നും കിട്ടത്തില്ലല്ലോ, ഇനി വേണമെങ്കിൽ കുറച്ച് ടാബ്ലറ്റ് കഴിച്ച് എൻ്റെ ബോഡി വീക്കാവുകയല്ലേ ചെയ്യുള്ളൂ, അത് മാത്രമല്ലേ ഉള്ളൂ, അധികം മരുന്ന് കഴിച്ച് ബോഡി വീക്കാക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കുഞ്ഞിനെ കുറിച്ച് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കുഞ്ഞിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.